ഹലോ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ തെയ്യവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും തെയ്യം ഉണ്ടെങ്കിൽ എല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ബ്ലാത്തൂരുള്ള തെയ്യവും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പരിപാടീസും കുറേ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ പരിപാടിയൊക്കെ കാണുക. നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അതായത് തെയ്യമൊന്നും കാണാൻ പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. തെയ്യമൊന്നും ഇല്ലാത്ത നാടുണ്ട്. നമ്മുടെ പൊതുവെ മലബാറിലാണല്ലോ നമ്മുടെ ഈ തെയ്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങളും വിഷ്വൽസും ഒക്കെ കണ്ടിട്ട് വരാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the night, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. നമ്മുടെ കാഴ്ച, നമ്മുടെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിയ ശേഷം അവിടെ നിന്ന് കുറേ നേരം ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഒരു പുലർച്ചെ 1 മണി അല്ലെങ്കിൽ ഒരു 12 ഒരു സമയമായിരുന്നു കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവവും ഇതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യം നടന്നിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു പരിപാടി ഇത്രയും നാൾ നടന്നിട്ട് ആദ്യമായിട്ട് ഇക്കൊല്ലം വളരെ എന്താ പറയുക ശക്തമായ മഴ, എന്തോ ഭാഗ്യത്തിന് ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ അമ്പലത്തിലെത്തിയ ശേഷം പെട്ടെന്ന് മഴ പെയ്യാൻ ആരംഭിച്ച ശേഷം എല്ലാവരും പെട്ടെന്ന് അമ്പലത്തിനുള്ളിലേക്ക്
കയറിപ്പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ഞാനിവിടെ എന്തായാലും കൊടുക്കും. കാരണം ഇപ്രാവശ്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു മഴ പെയ്തു എന്ന് പറഞ്ഞാൽ നല്ല വലിയ രീതിയിൽ മഴ പെയ്തു. പക്ഷേ വെടിക്കെട്ടും കാര്യങ്ങളൊന്നും മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എപ്പോഴും ഓർമ്മിച്ച് വെക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു മഴ പെയ്തതും എല്ലാവരും ഒരുമിച്ച് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഓടുന്നത് പോലെ എല്ലാവരും ഇത്രയും നാട്ടുകാരും പുറത്തുള്ള നാട്ടുകാരും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ ഒരുമിച്ച് ഓടിപ്പോയി ഒരു കുടക്കയിൽ നിൽക്കുന്നത് പോലെ അമ്പലത്തിനുള്ളിലേക്ക് കയറി നിന്നതും അതൊക്കെ വലിയ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വളരെ രസമായിരുന്നു. അതുപോലെ തന്നെ കുറേ ഡാൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒരു വർഷത്തിന് ശേഷം ഇതേ ഡേറ്റിലാണ് ഈ ഒരു തെയ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ വളരെയധികം നല്ല രീതിയിലുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഈ ഒരു തെയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ നാട്ടിൽ തെയ്യമല്ലേ. ഇനി തെയ്യങ്ങളുടെ തുടക്കമാണ്. കാരണം ഓരോരോ നമ്മുടെ നാട്ടിൽ അടുത്തടുത്ത് തന്നെ കുറേ അമ്പലങ്ങൾ കാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഇതാണ് തുടക്കം കുറിച്ചത്. ഇനി അങ്ങോട്ടേക്ക് ഈ മാസം ഫുള്ളായിട്ടും എല്ലായിടത്തും ഉത്സവങ്ങൾ, കുറേ എന്താ പറയുക തെയ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലം, പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഭക്തി നിർഭരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിലാണെങ്കിലും നമ്മളെ ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മുടെ എല്ലാ നാട്ടുകാരും നമ്മുടെ ഇപ്പം നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാം, ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യവും ഇല്ലാതെ നമ്മൾ ഒരേ മനസ്സോട് കൂടിയിട്ട് ചെല്ലുന്നൊരു സ്ഥലമാണ് നമ്മുടെ അമ്പലം, നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക നമ്മുടെ അത്രയ്ക്കൊരു പുണ്യം സ്ഥലമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. അത് ഒരു വിഗ്രഹാരാധന കൊണ്ട് മാത്രമല്ല, നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലം ആണ്. അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അതൊക്കെ മറക്കുന്നു, എല്ലാവരുമായിട്ടും ഇടപെടുന്നു, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ നല്ലൊരു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണലി എനിക്ക് വളരെയധികം എല്ലാവരെയും കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് അമ്പലം. കാരണം അമ്പലത്തിലെത്തിയാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഞാനങ്ങനെ കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ചെറിയ കുട്ടികളുടെ ഡാൻസുകളും കാര്യങ്ങളും പെൺകുട്ടികളൊക്കെ താലപ്പൊലി എടുത്ത് വരുന്നതും അതൊക്കെ നല്ല രീതിയിലുള്ള എന്താ പറയുക കുറേ ആഘോഷങ്ങൾ നമുക്ക് ലൈഫിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ ഒരു വർഷത്തിൽ ഒരിക്കലും മാത്രം വരുന്ന ചില ആഘോഷങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ തെയ്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മലബാറിൽ ഏറ്റവും കൂടുതൽ മലബാറിലാണല്ലോ ഈ തെയ്യമൊക്കെ ഉള്ളത്. അല്ലാതെ നമ്മുടെ തെക്കോട്ട് പോയാൽ ആ ഭാഗത്തോട്ടേക്ക് തെക്കൻ ജില്ലകളിൽ പൊതുവെ കുറവാണ് ഇങ്ങനെയുള്ള തെയ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നവർക്കാണെങ്കിലും ഇതുവരെ ഇങ്ങനെ തെയ്യവും കാര്യങ്ങളൊക്കെ കാണാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം. കാരണം നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി എല്ലാ മൈൻഡും നമ്മൾ സ്ട്രെസ് ഔട്ടായിട്ട് നിൽക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ പൊതുവേ നമുക്ക് മൈൻഡൊക്കെ ഓക്കെ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള നല്ല ആഘോഷങ്ങളെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ പോവാം.